ചാലക്കുടി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ രണ്ടാം ഘട്ട പൊതുപര്യടനം ഇന്ന് ആരംഭിക്കും. കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കുന്ന വാഹന പര്യടനം എറണാകുളം CPIM ജില്ലാ സെക്രട്ടറി CN മോഹനൻ ഉദ്ഘാടനം ചെയ്യും. ഉമേഷ് ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് ഉമേഷ്. ആ മുദ്രാവാക്യം വിളിച്ച ആളുടെ പേരെന്താണെന്നറിയോ? ഗുഡ് മോർണിംഗ് കാവ്യ. അസഫുള്ള ഖാൻ. ഒന്നാം ഘട്ടത്തിൽ പ്രചാരണത്തിൽ ലഭിച്ച ഒരു മേൽക്കൈ, വളരെ വ്യക്തമായ ആത്മവിശ്വാസം, പ്രവർത്തകരുടെ പിന്തുണ ഒക്കെയും സ്ഥാനാർത്ഥിക്ക് സമ്മാനിക്കുന്നുണ്ട് എന്നത് നമുക്കറിയാം. എല്ലാ ദിവസവും ദൃശ്യങ്ങളിൽ ഉമേഷിനൊപ്പം ഇത് കാണുന്നുണ്ടായിരുന്നു നമ്മൾ. ഇന്ന് എങ്ങനെയാണ് രണ്ടാം ഘട്ട പര്യടന പരിപാടികളുടെ തുടക്കം? പോരാടിയ ആൾക്കാർക്കിടയ്ക്ക് ഈ 947 വരെയുള്ള കാലത്ത് ഹിന്ദു, മുസ്ലിം, സിഖ് ചാലക്കുടി മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ രണ്ടാം ഘട്ട വാഹന പര്യടനത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത്. ഞാൻ ഈ നിൽക്കുന്ന മേച്ചറപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ മേച്ചറപ്പാട് എന്ന സ്ഥലത്ത് നിന്നാണ് രണ്ടാം ഘട്ട വാഹന പര്യടനത്തിന് തുടക്കമാകുന്നത്. ഈ വാഹന പര്യടനം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഈ രണ്ടാം ഘട്ട പര്യടനത്തിന് തുടക്കമാകും. തുടർന്ന് ഈ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ തന്നെ വിവിധ പഞ്ചായത്തുകളിലായി 40ഓളം സ്വീകരണ കേന്ദ്രങ്ങളിലൂടെ ഇന്ന് ഈ ജാഥ കടന്നുപോകും. വൈകിട്ട് പള്ളിക്കവല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഇന്നത്തെ വാഹന പര്യടനം അവസാനിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഏതാണ്ട് ഒരാഴ്ചക്കാലം വാഹന പര്യടനം നടത്തിയിരുന്നു. അത് ഈ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിലൂടെ ആകെയും പര്യടനം നടത്തി. അങ്ങനെ ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും ഏതാണ്ട് പകുതിയിലധികം പ്രദേശങ്ങളിൽ ആദ്യഘട്ട വാഹന പര്യടനം സഞ്ചരിച്ചു. അതിന്റെ തുടർച്ചയായാണ് ഇന്ന് രണ്ടാം ഘട്ട പര്യടനം തുടങ്ങുന്നത്. ഇതിനിടയിൽ ഈ ഈദ് ഉൽ ഫിത്തർ ഒപ്പം വിഷു അടക്കമുള്ള പൊതു അവധികൾ വന്നു. അതിനുശേഷം രണ്ടാം ഘട്ട പര്യടനം തുടങ്ങാനാണ് തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ ഈ മേച്ചർപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത്, കുന്നത്തുനാട് നിയോജകമണ്ഡലത്തിലെ മേച്ചർപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ടാം ഘട്ട വാഹന പര്യടനം ആരംഭിക്കുന്നത്. അല്പസമയത്തിനകം സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഈ പൊതുയോഗ സ്ഥലത്തെത്തും. അവിടെ നിന്ന് ഈ സ്വീകരണം ഏറ്റുവാങ്ങി തുടർന്ന് വാഹനത്തിലേക്ക് കയറും. തുടർന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിയോജക മണ്ഡലത്തിലെ 40ഓളം കേന്ദ്രങ്ങളിലൂടെ ഇന്നത്തെ വാഹന പര്യടനം കടന്നുപോയി വൈകിട്ട് പള്ളിക്കവലയിൽ സമാപിക്കും. അതിനുശേഷം ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ മറ്റ് നിയോജക മണ്ഡലങ്ങളിലും വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ വാഹന പര്യടനം ഉണ്ടാകും. ഈ മാസം 21, 22 തീയതികൾ വരെ ഈ വാഹന പര്യടനം തുടരും. ആ നിലയിലാണ് ഈ വാഹന പര്യടനം നിശ്ചയിച്ചിരിക്കുന്നത്. ഓരോയിടത്തും ഇതിനു മുൻപ് കണ്ടതുപോലെ, ഒന്നാം ഘട്ടത്തിലൊക്കെ ഉണ്ടായതുപോലെ വലിയ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ഓരോ കേന്ദ്രത്തിലും ലഭിക്കുന്നത്. ഈ രവീന്ദ്ര മാഷിന് പഴങ്ങളും പച്ചക്കറികളും പുസ്തകങ്ങളും ഒപ്പം അദ്ദേഹത്തിന്റെ രേഖാചിത്രവും അടക്കം സമ്മാനിക്കുന്ന രീതിയിൽ ആ തരത്തിലാണ് ജനങ്ങളുടെ പിന്തുണയും സ്നേഹവും ഒക്കെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നത്. ആ തരത്തിൽ വലിയ സ്വീകരണ പരിപാടികളാണ് ഓരോടത്തും സജ്ജീകരിക്കുന്നത്. ഇപ്പോൾ ഈ കുന്നത്തുനാട് നിയോജകമണ്ഡലത്തിലെ മേച്ചറപ്പാട് എന്ന ഈ വാഹന പര്യടനത്തിന് തുടക്കമാകുന്നു. ഈ ഉദ്ഘാടന പൊതുയോഗത്തിൽ തന്നെ നിരവധി പേർ ഇവിടെ കൂടി എത്തിയിട്ടുണ്ട്. ഈ സ്ഥാനാർത്ഥിയെ കാണാനും സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകാനുമായി നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ കണ്ടതുപോലെ തന്നെ ഓരോ കേന്ദ്രത്തിലും വലിയ തരത്തിലുള്ള സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നത്. ആ നിലയിലാണ് പ്രചാരണ പരിപാടികൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ മാസം, അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ അന്നു മുതൽ തന്നെ രവീന്ദ്ര മാഷ് വലിയ സ്വീകരണം ഓരോയിടത്തു നിന്നും ലഭിക്കുന്നതാണ്. പൊതുപര്യടനം അന്ന് തന്നെ ഈ ഓരോ വീടുകൾ കയറിയും സ്ഥാപനങ്ങൾ സന്ദർശിച്ചുമൊക്കെ വോട്ട് തേടുന്ന നടപടികൾ അതിനെ ആരംഭിച്ചതാണ്. പിന്നീട് ഈ മാസം 3-ന് ഈ വാഹന പര്യടനത്തിന് തുടക്കമായി. 3 മുതൽ 9 വരെയായിരുന്നു ആദ്യഘട്ട പ്രചാരണ പരിപാടികൾ. അതിനുശേഷം ചെറിയൊരു ഇടവേളയായിരുന്നു. പൊതു അവധികൾ ഉള്ളതുകൊണ്ട് ചെറിയ ഇടവേള. അതിനുശേഷം 15 മുതൽ, അതായത് ഇന്നു മുതൽ 22 വരെ ഈ പൊതുപര്യടനം തുടങ്ങും. ഇതിനിടയിൽ പ്രചാരണത്തിന് കൂടുതൽ ആവേശം പകരാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ അടക്കമുള്ളവർ ഈ മണ്ഡലത്തിലെ വിവിധ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുകയുണ്ടായി. ഏതായാലും സ്ഥാനാർത്ഥിക്ക് വലിയ സ്വീകരണമാണ് ഈ മണ്ഡലത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉദ്ഘാടന പ്രസംഗം നടക്കുന്നു. ഈ മേച്ചർപ്പാട് CPIM ജില്ലാ സെക്രട്ടറി CN മോഹൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഉമേഷ്, ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സ്ഥാനാർത്ഥി അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും MV ഗോവിന്ദൻ മാസ്റ്ററും അടക്കമുള്ള നേതാക്കൾ അവിടെ വന്നു, ജനങ്ങളെ കണ്ടു, കൂടുതൽ രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ദേശീയ നേതാക്കൾ, മറ്റുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ ഊഴമാണ്. അവർ ഓരോരുത്തരും ഇന്നു മുതൽ എത്തുന്നുണ്ട്. ഉറപ്പായും ഈ ഒരു വാഹന പര്യടനത്തിനും കൂടുതൽ ഐക്യദാർഢ്യവും പിന്തുണയും അർപ്പിച്ചുകൊണ്ട് അവരും അവിടെ എത്തുമെന്നുള്ള കാര്യം സംശയമില്ല. ജനങ്ങളുടെ ഒരു സ്വീകാര്യത, അല്ലെങ്കിൽ ജനങ്ങൾ എങ്ങനെയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ, എത്രത്തോളം വലിയൊരു ആത്മവിശ്വാസം ഇപ്പോൾ സ്ഥാനാർത്ഥി പങ്കുവയ്ക്കുന്നുണ്ട്?
കാലത്തേക്കെങ്കിലും ഈ കിറ്റ് കൊടുക്കണം, 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ കിറ്റ് കൊടുക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞാണെന്നറിയോ, കാവ്യ, സ്ഥാനാർത്ഥിക്ക് വലിയ ആത്മവിശ്വാസം സ്ഥാനാർത്ഥിക്കും പൊതുവെ LDF-നും ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ മണ്ഡലം ആരുടെയും കുത്തകയല്ല എന്നുള്ളത് നേരത്തെ വ്യക്തമാണ്. മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ മുൻ MP ആയിരുന്ന ഇന്നസെന്റ്, അദ്ദേഹം 1750 കോടിയുടെ പദ്ധതികളാണ് ഈ ചാലക്കുടി മണ്ഡലത്തിൽ നടപ്പാക്കിയത്. അതിനൊരു തുടർച്ച ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം പൊതുവെ ദേശീയ രാഷ്ട്രീയമടക്കം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളുമൊക്കെ ഈ മണ്ഡലത്തിലും ചർച്ചയാകുന്നുണ്ട്. അത്തരത്തിൽ ഓരോ കാര്യവും പറഞ്ഞു തന്നെയാണ് LDF വോട്ട് തേടുന്നത്. സ്ഥാനാർത്ഥിയും ആ അത്തരത്തിൽ തന്നെയാണ് വോട്ട് തേടുന്നത്. ഇതിനകം അതിനൊക്കെ വലിയ സ്വീകാര്യത ലഭിക്കുന്നു എന്നതിൻ്റെ തെളിവായി ഓരോ സ്വീകരണ കേന്ദ്രത്തിലും നിരവധി പേർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതും നമുക്ക് കാണാം. ഒപ്പം മുഖ്യമന്ത്രി, CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ അടക്കം നിരവധി പേർ ഇതിനകം പ്രചാരണ പൊതുയോഗങ്ങൾക്കായി ഇവിടെ എത്തുകയുമൊക്കെ ചെയ്തു. വലിയ ആൾക്കൂട്ടം ഓരോ പൊതുയോഗത്തിലും കാണാനായി എന്നുള്ളത് തന്നെയാണ് ഈ മണ്ഡലത്തിൽ LDF-ന് ലഭിക്കുന്ന സ്വീകാര്യതയായി LDF പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം സ്ഥാനാർത്ഥിക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ നൽകിയും അദ്ദേഹത്തിന് പുസ്തകങ്ങൾ സമ്മാനിച്ചും ഒപ്പം അദ്ദേഹത്തിൻ്റെ രേഖാചിത്രം അദ്ദേഹത്തിന് വരച്ച് സമ്മാനിച്ചും ആ തരത്തിൽ ഒക്കെയുള്ള സ്നേഹവും ഒക്കെ മണ്ഡലത്തിലെ വോട്ടർമാർ ഇതിനകം തന്നെ പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 5 വർഷം വലിയ വികസന മുരടിപ്പ് ഉണ്ടായി എന്നുള്ളതാണ് LDF പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. ബെന്നി ബെഹനാൻ MP ആയിരുന്ന സമയത്ത് ഉണ്ടായ ആ വികസന മുരടിപ്പ് മാറ്റാൻ മണ്ഡലം ഇത്തവണ തിരിച്ചു പിടിക്കും എന്നുള്ളത് തന്നെയാണ് LDF പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത്. അതിൻ്റെ ഭാഗമായി ഉള്ള പ്രചാരണം കൂടുതൽ ഊർജിതമാക്കുകയാണ്, കൂടുതൽ ശക്തമാക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. അതുകൊണ്ട് പ്രചാരണം കൂടുതൽ ഊർജിതമാക്കുക എന്നുള്ളത് തന്നെയാണ് LDF സ്വീകരിച്ചിരിക്കുന്ന നടപടി. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ വാഹന പര്യടനം 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് മേച്ചിറപ്പാട് നിന്ന് ആരംഭിച്ചിരിക്കുന്നു. ശരി, ഉമേഷാണ് ഇപ്പോൾ മേച്ചിറപ്പാട് നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം സ്ഥാനാർത്ഥിയുടെ 2ാം ഘട്ട പര്യടനം ചാലക്കുടിയിൽ ആരംഭിക്കുകയാണ്.